നമസ്കാരം സാർ. നമസ്കാരം. എന്തായിരുന്നു നമ്മുടെ ആവശ്യം? സാറേ, ഞാൻ വളരെ കഷ്ടം പിടിച്ച ഒരവസ്ഥയിലിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു അറിവിലാണ് ഞാനിവിടെ വന്നത് സാറിനെ കാണാനായിട്ട്. എനിക്ക് ഒരു കാർ വർക്ക്ഷോപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറേ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറേശ്ശെ അങ്ങ് പൊളിഞ്ഞ് പിന്നെ സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ എടുത്ത് കച്ചവടം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും നഷ്ടത്തിലായി. ഇപ്പം മൊത്തത്തിൽ വർക്ക്ഷോപ്പും ഇല്ല, ഒന്നുമില്ല. നിത്യവൃത്തിക്ക് എനിക്ക് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ പോവുമായിരുന്നു. അവിടെയും എനിക്ക് പല പല പ്രശ്നങ്ങൾ കാരണത്താൽ ഒരു രക്ഷയില്ല. ആകെപ്പാടെ പ്രശ്നങ്ങൾ, ഒന്നും നിൽക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ. നോക്കണം സാറേ. എൻ്റെ പേര് സന്തോഷ്. ചതയം. വീട്ടുപേര് അശോകവിലാസം, ചെങ്ങന്നൂര്. പ്രാർത്ഥിച്ചു. ഓക്കെ. അതായത് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടേ നിങ്ങളുടെ അടുത്ത് മുമ്പ് സഹായമായിട്ട് നിന്ന വല്ല പുലയരോ പറയരോ ക്രിസ്ത്യാനികളോ ഇങ്ങനെയുള്ള ആളുകൾ വല്ലൊരു വഴക്കൂടി പോയണ്ട? അവിടെ 2 സ്റ്റാഫുകൾ പോയായിരുന്നു. അത് പോയത് അന്ന് വലിയ കാര്യമാക്കിയില്ല ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സ്റ്റാഫുകൾക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ കുറ്റം പറയുക അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള എൻ്റെ സ്റ്റാഫുകളെ നല്ല രീതിയിൽ നമ്മൾ വേണ്ടുന്ന രീതിയിൽ കെയർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം അവിടെ കാർ നന്നാക്കാൻ വന്ന ഒരു ആൾ, അവർ 2 പേരാണ്, അവരെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അത് കാര്യമാക്കില്ല. പിന്നീട് അവരുടെ കാര്യത്തിൽ എനിക്ക് സംശയങ്ങളൊക്കെ തോന്നി. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുമായിട്ട് ഞാനങ്ങ് തെറ്റി. അവരങ്ങ് പോയതിന് ശേഷം പിന്നീട് കാലക്രമേണ എനിക്ക് ഇങ്ങനെ ഒരു അധപ്പതനമാണ് കാണാൻ തുടങ്ങുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ചാലേ, ഇവർ ഈ കടമറ്റത്തിനെ കൊണ്ടേ, ഈ കടമറ്റത്ത് കത്തനായിരുന്നു കേട്ടോ, സിനിമ കാണുന്ന പോലെ അല്ലേ ഇത്, പാദദോഷങ്ങളാണ്. അപ്പൊ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് നിൽക്കുമ്പോൾ തോന്നിയിരിക്കണം, ആ അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അത് നമുക്ക് ആവാഹന പൂജയിൽ ഒന്നിനും ഒരു ഉത്സാഹവും വരുന്നില്ല. എവിടെ ചെന്നാലും ആൾക്കാർ ആവാഹന പൂജ എന്ന് പറയുന്നത് സ്വസ്ഥത 7 ദിവസം വ്രതമെടുത്ത് 2 ദിവസം പൂജയ്ക്ക് വരാം. ശരി, ഞാൻ കേട്ടിട്ടുണ്ട് സാർ. അതുകൊണ്ടാണ് ഇങ്ങനെ പേരാമംഗലം. നമുക്കതെ അപ്പൊ പേരാമംഗലത്ത് പോവാ, പ്രണവമല പോവാ, അവിടെ വഴിപാടുകളുണ്ട്. ഇവിടെ കൗണ്ടറിൽ ചോദിച്ചാൽ മതി. അതൊക്കെ ചെയ്തിട്ട് എത്ര പെട്ടെന്ന് ആവാന പൂജയിലേക്ക് വരാം. അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്താൽ പൂജ മാറ്റാവുന്നുള്ളൂ. മാറ്റി തരാം, ധൈര്യമായിട്ട് പോരാ. സാർ, എനിക്ക് 2 ആഴ്ച അവധിയാണ്. കാരണം വെച്ചാൽ അതെ, നിങ്ങൾ വഴിപാട് ക്ഷേത്രത്തിൽ പോയി ചെയ്തിട്ട് ഏത് കൂട്ടുകാരോട് വെച്ചാൽ പൈസ തരും, എന്നിട്ട് വന്ന് മാറ്റുക. ഞാൻ എന്നാൽ പെട്ടെന്ന് ആരെങ്കിലും കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഈ അവസ്ഥ അതായതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. വഴിപാടൊക്കെ ചെയ്ത് ഇതിലേക്കാവും. ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ വരാം സാർ. നമസ്കാരം. ദുരിതങ്ങൾ പേറി ജീവിത കാലം കഴിക്കുന്നു മർത്യർ. ദുരിതങ്ങൾ പേറി ജീവിത കാലം കഴിക്കുന്നു മർത്യർ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. മതങ്ങൾ നിയമങ്ങൾ ചൊല്ലി നടത്തുന്നു വഴിയേ. അരുതേ അരുതേ, അതു പാടില്ല, ഇതു പാടില്ല. എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു ഭൂവിൽ. അരുതേ അരുതേ, അതു പാടില്ല, ഇതു പാടില്ല. എൻ്റെ മാർഗങ്ങൾ മാത്രം ശരിയെന്നു ഞാനും ചിന്തിച്ചു വാഴുന്നു.